ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കംപ്ലൈന്റ് മഹീന്ദ്ര ബൊലേറോ വണ്ടി ഓവറീറ്റ് ആണ്. അതാണ് കസ്റ്റമർ കംപ്ലൈന്റ്, ഓവറീറ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഓവറീറ്റ് ആയിട്ടുണ്ട്. ആ ക്യാപ്പിന്റെ കാര്യങ്ങൾ അവിടെ വെള്ളം പോയിട്ടുണ്ട്. നമ്മൾ ക്യാപ്പ് അയച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു, 1 ലിറ്റർ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ പൈപ്പും കാര്യങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് അവിടെ നിന്ന് ലീക്കില്ല. പക്ഷേ നമ്മളെ വാട്ടർ പമ്പിന്റെ ഫാനിലുണ്ടല്ലോ, ഫാനിന്റെ ലീക്ക് ഇങ്ങനെ ആട്ടി വെക്കുമ്പോൾ അതിന്റെ ബെയറിങ് പോയിട്ടുണ്ട്. വാട്ടർ പമ്പിന്റെ ബാക്കിലൂടെ ലീക്ക് ഉണ്ട്. വാട്ടർ പമ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മഹേന്ദ്രന്റെ വാട്ടർ പമ്പ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. സാധാരണ നമ്മളെ ബാക്കിയുള്ള വണ്ടിയുടെ വാട്ടർ പമ്പ് ഇത്ര വെയിറ്റ് ഉണ്ടാവില്ലായിരുന്നു. നല്ല വെയിറ്റ് ആണ്. മെറ്റീരിയൽ ഇരുമ്പുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇതിലാണ് നമ്മളെ ഫാന് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഫാന് വെറുതെ ആട്ടി നോക്കിയപ്പോ ഇവിടെ ഭയങ്കര ഷെയ്ക്ക് ഉണ്ട്, ബെയറിംഗ് ഭയങ്കര ഷെയ്ക്ക് ഉണ്ട്. ഞാൻ കാണിച്ചു കേട്ടോ. അതുണ്ടോ, നല്ല ഷെയ്ക്ക് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ വെള്ളം ഇറങ്ങിപ്പോണ്ട്. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഇതിലൂടെ വെള്ളം ഇറങ്ങി പോയിട്ടാണ് ഓവറേറ്റ് ആവുന്നത്. അപ്പൊ ഇനി ഈ വാട്ടർ പമ്പ് മാറ്റണം. ഈ വാട്ടർ പമ്പ് മാറ്റി കഴിഞ്ഞാൽ ഈ ഓവറേറ്റ് ആവുന്ന കംപ്ലൈന്റ് നിൽക്കുള്ളൂ. അപ്പൊ വാട്ടർ പമ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകണം. അപ്പൊ എങ്ങനെ അയക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരെ കാണിച്ചു തരാം കേട്ടോ. ഈ വാട്ടർ പമ്പ് അഴിച്ചിട്ട് പുതിയത് ഫിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ റേറ്റ് പറയാം. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മൾ വാട്ടർ പമ്പ് അഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അഴിക്കുന്നതിന് മുന്നേ തന്നെ ക്യാപ്പിൻ്റെ കൂടെ ഒക്കെ തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ക്യാപ്പ് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാട്ടർ പമ്പിൻ്റെ ഇതിൽ തന്നെ ഫാനും വരുന്നുണ്ട് കേട്ടോ. റേഡിയേറ്റർ ഫാൻ വരുന്നുണ്ട്. ഷെയ്ക്ക് ആവുന്നുണ്ടോ വാട്ടർ പമ്പ്. സാധാരണ വാട്ടർ പമ്പിൻ്റെ കൂടെ ആവില്ല റേഡിയേറ്റർ ഫാൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ നമ്മളെ ഇനോവ ബൊലേറോ അങ്ങനത്തെ ടൈപ്പ് വണ്ടിയിൽ വാട്ടർ പമ്പിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി അയക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് അയക്കണം. ബെൽറ്റ് ഓൾട്ടർനേറ്റും വാട്ടർ പമ്പും കൂടി എല്ലാം ബെൽറ്റ് അയക്കണം. ബെൽറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് അഡ്ജസ്റ്റിൻ്റെ നെറ്റ് ആദ്യം ഒന്ന് ലൂസ് ചെയ്യാം. അഡ്ജസ്റ്റ് ലൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റിൻ്റെ നെറ്റ് ഇതാ ഇവിടുന്ന് ലൂസാക്കിയിട്ട് അതിൻ്റെ ബാക്കിലെ നെറ്റും ലൂസാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് തള്ളി കൊടുക്കണം. അപ്പോൾ അങ്ങനെ തള്ളിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റിൻ്റെ അടിയിലെ ബോൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസായി കൊടുക്കണം. ഒന്നും കൂടി ഒന്ന് ഫ്രീ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടിയിലെ ബോൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസായി കൊടുക്കുക. അതിന് ശേഷം പിന്നെ അഡ്ജസ്റ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്ററിന് അയച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിലത് നീങ്ങാൻ ചിലപ്പോൾ നല്ല പാടുണ്ടായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ആ വലിയ അഡ്ജസ്റ്ററിൻ്റെ ബോൾട്ട് ഉണ്ടല്ലോ, അത് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നേരെ ഓൾട്ടർനേറ്റ് തള്ളി കൊടുത്താൽ മതി. തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ടൈറ്റ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് താഴത്തൊന്നും കൂടി ലൂസാക്കിയിട്ട് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റർ അയച്ചെടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റർ അയച്ചെടുത്തു, ബെൽറ്റ് അവിടെ നിന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഫാനിൻ്റെ ഉണ്ടോ ഈ കവർ അയക്കണം. ഈ കവർ അയച്ചു കഴിഞ്ഞാൽ ഫാനിൻ്റെ ലീഫ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കവർ അയക്കണമെന്നുണ്ടെങ്കിൽ 4 10 ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 10 ബോൾട്ട് അഴിക്കുക. അഴിച്ച ശേഷം കവർ നേരെ ബാക്കിലേക്ക് മാറ്റണം. നേരെ പൊക്കിയെടുക്കാൻ പറ്റില്ല. പൊക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഫാൻ്റെ ലീഫ് നമുക്ക് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ കവർ പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം കവറിൻ്റെ ബോൾട്ടുകൾ അഴിച്ചിട്ട് കവർ നേരെ കുറച്ച് ബാക്കിലേക്ക് നീക്കുക. അതിന് ശേഷം ഫാൻ്റെ ലീഫ് അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കവർ അഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കവറിൻ്റെ ബോൾട്ട് അഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ 4 ബോൾട്ടായിരിക്കും. അത് അഴിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് അഴിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് അതേപോലെ 2 ബോൾട്ട് ഉണ്ടാക്കും. അത് അഴിച്ച് വേണ്ട ഈ കവർ നേരെ ബാക്കിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഫാനിൻ്റെ ലീഫ് അയക്കാൻ പറ്റില്ല. ലീഫ് അയക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 10 ബോൾട്ട് ഉണ്ടായിരിക്കും. ഒരു 4 10 ബോൾട്ട് ഉണ്ടായിരിക്കും. അത് അഴിച്ച് മാറ്റുക. അതഴിച്ച് മാറ്റി ലീഫ് ആദ്യം പുറത്തേക്ക് എടുക്കണം. ലീഫ് പുറത്തേക്ക് എടുത്തിട്ട് ശേഷം വേണം നമുക്ക് കവർ പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ അടുത്ത് നമുക്ക് ലീഫിൻ്റെ ബോൾട്ട് അഴിക്കാം കേട്ടോ. അപ്പോൾ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഫിൻ്റെ ഓരോ ബോൾട്ടും അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ പമ്പിൻ്റെ അതിൽ തന്നെയാണ് ഈ ലീഫും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ പമ്പ് കറങ്ങുന്നതനുസരിച്ച് ഫാനും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ലീഫിൻ്റെ ബോൾട്ടെല്ലാം അയച്ചിട്ടുണ്ട്. ലീഫ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫാനിൻ്റെ ലീഫ്. ഇത് പുറത്തേക്ക് എടുത്ത് അതിന് ശേഷം നമുക്ക് വാട്ടർ പമ്പ് ഈ കവർ അഴിച്ചെടുക്കാം കേട്ടോ. ഈ കവർ അഴിച്ച് മാറ്റണം. അപ്പോൾ ഈ കവറും കൂടെ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പിൻ്റെ അവിടെ ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ബോൾട്ടും കാര്യങ്ങളും കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കവർ അഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ വാട്ടർ പമ്പ്. അത് ഷെയ്ക്കാവുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇനി വാട്ടർ പമ്പ് അഴിക്കാം. വാട്ടർ പമ്പ് അഴിക്കാൻ 4 ബോൾട്ട് ഉണ്ടായിരിക്കും. അവിടെ 2 ബോൾട്ട് ഉണ്ടായിരിക്കും. നേരെ അപ്പുറത്തും 2 ബോൾട്ട് ഉണ്ടായിരിക്കും. അതിന് മുന്നേ
റേഡിയേറ്ററിൻ്റെ ഹോസ് അഴിക്കണം. ഈ ഹോസ് അഴിക്കണം. ഇവിടെ ഒരു ചെറിയൊരു ഹോസ് ഉണ്ട്, ആ ഹോസും കൂടി അഴിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ ആ ഹോസുകളും അഴിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ആ ചെറിയ ഹോസാണ് അഴിച്ച് മാറ്റുന്നത്. അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് റേഡിയേറ്ററിൻ്റെ ബോട്ടം ഹോസാണ് അഴിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ട് നേരെ അതോടൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ആ ഹോസ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ പമ്പിൻ്റെ ബോൾട്ടുകൾ ഓരോന്നോരോന്നിട്ട് അഴിച്ച് മാറ്റണം. വാട്ടർ പമ്പിൻ്റെ ബോൾട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വാട്ടർ പമ്പിൻ്റെ ബാക്കിലൂടെ ലീക്ക് ആവേണ്ട വെള്ളം ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കിലൂടെ വെള്ളം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ലീക്ക് കാര്യങ്ങളും അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൂടെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ബോൾട്ട് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടർ പമ്പിൻ്റെ. രണ്ട് ബോൾട്ട് അയച്ചിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ബോൾട്ട് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ബോൾട്ടും കൂടി ഉണ്ടായിരിക്കും. അതും കൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പ് പുറത്തേക്ക് എടുക്കാം. ആ വീഡിയോ ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ എല്ലാ ബോൾട്ടുകളും അയച്ചിട്ടുണ്ട്. വാട്ടർ പമ്പ് നമ്മൾ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബൊലേറോൻ്റെ വാട്ടർ പമ്പ്. വേണ്ട ഷെയ്ക്ക് ആവണേ കാണിച്ചു തരാം കേട്ടോ. ഷെയ്ക്ക് ആവണ്ട, നല്ലപോലെ ഷെയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ വാട്ടർ പമ്പ് മാറ്റിയിട്ട് പുതിയ വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് കഴിഞ്ഞാൽ നമ്മളെ കംപ്ലൈൻറ്റാണ്, കസ്റ്റമർ കംപ്ലൈൻറ്റാണ് തീരും. അപ്പോൾ പുതിയ വാട്ടർ പമ്പ് മേടിച്ചിട്ടുണ്ട്. പുതിയ വാട്ടർ പമ്പും പാക്കിങ്ങും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഈ വാട്ടർ പമ്പിന് ഏകദേശം 3000 രൂപയുടെ അടുത്ത് വരുന്നു കേട്ടോ ഇതിൻ്റെ പാർട്സിൻ്റെ റേറ്റ്. അപ്പം ഇത് തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് കഴിഞ്ഞാൽ നമ്മളെ കംപ്ലൈൻറ്റ് തീരും. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും കാണാം.